മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളും മായാതെ നിൽക്കുന്ന ചില ഓർമ്മകളും ഈ സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ വായിച്ചു കഴിയുമ്പോൾ മനസ്സൊന്ന് ഭാരപ്പെടും. ഒരിക്കൽ പോലും സന്തോഷിക്കാൻ ഇടവരാത്ത ചില മനുഷ്യരും ഈ ഭൂമിയിൽ ജീവിച്ചു മരിക്കുന്നു. അത്തരത്തിലൊരാളായിരുന്നു തപോമയുടെ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ ഡോക്ടറായ ഡോക്ടർ തപസ് സർക്കാരാണ് അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കുന്നത്, നിങ്ങളുടെ മുഖത്ത് എപ്പോഴും ദുഃഖമുണ്ട്, എന്താണ് ആ ദുഃഖത്തിൻ്റെ കാരണമെന്ന്. മറ്റാരോടെങ്കിലും പറയാൻ കഴിയാത്ത തരത്തിലുള്ള ദുഃഖമാണെങ്കിൽ അതെവിടെയെങ്കിലും എഴുതി വയ്ക്കൂ എന്ന് അദ്ദേഹമാണ് ഗോപാൽദായോട് പറയുന്നത്. അങ്ങനെയാണ് തപോമയുടെ അമ്മയെക്കുറിച്ച്, സുമന ബറുവയെക്കുറിച്ച് അദ്ദേഹം എഴുതി തുടങ്ങുന്നത്. അതും മറ്റാർക്കും എളുപ്പം വായിച്ചെടുക്കാൻ കഴിയാത്ത ഒരു നിഗൂഢ ലിപിയിലൂടെ. ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ നാം നേരിടേണ്ടി വരുന്ന നിഗൂഢമായ അനുഭവങ്ങളുടെയും തിരിച്ചറിയാനാകാത്ത സ്നേഹത്തിൻ്റെ ആഴത്തിൻ്റെയും ആവിഷ്കാരം കൂടിയാണ് ഈ പുസ്തകം. അത്രമേൽ ദുരൂഹമാണ് മനുഷ്യജീവിതം. ഇനിയും വായിക്കപ്പെടാത്ത ഒരു ആദിമലിപി സഞ്ചയം പോലെ അത് നമ്മെ അമ്പരപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മായാതെ നിൽക്കുന്ന ഒരു കഷ്ടരാത്രിയുടെ ഓർമ്മയിൽ കനലൊടുങ്ങാത്ത ഒരു ആത്മാവ് പോലെ തപോമയുടെ അച്ഛൻ. DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ വായന ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കയ്യിൽ കരുതേണ്ട ഒരു പുസ്തകമാണ്.